മോട്ടറോളയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ മോട്ടോ G52 അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അടുത്തിടെയായിട്ട് മോട്ടറോള പുറത്തിറക്കുന്ന ഓരോ സ്മാർട്ട് ഫോണുകളും ഒന്നിനൊന്ന് മെച്ചമായിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച പ്രൈസിംഗിൽ മികച്ച സ്പെസിഫിക്കേഷൻ നൽകി സ്മാർട്ട് ഫോൺ പ്രേമികളെ സത്യത്തിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മോട്ടോ. അത്തരത്തിൽ മറ്റൊരു ഞെട്ടിക്കലാണ് മോട്ടോ G52 എന്ന് പറയാതെ പോയ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത് എന്നുള്ള കാര്യം എടുത്തു പറയാതെ പോയ. ഇതൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ്, അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് പ്രൈസിങ്ങിലൊക്കെ വരുന്ന മിഡ് റേഞ്ച് ഒന്നും പറയാൻ പറ്റില്ല, ഒരു എൻട്രി ലെവൽ എന്ന് തന്നെ പറയണം. ആ ഒരു പ്രൈസ് കാറ്റഗറിയിൽ വരുന്നൊരു സ്മാർട്ട് ഫോണാണ്. പക്ഷേ ഇതിൻ്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺ. നേരത്തെ മോട്ടറോള തന്നെ പുറത്തിറക്കിയ മോട്ടറോള G20 സീരീസിൻ്റെയൊക്കെ ഒരു ലുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ വളരെ തിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയേണ്ടി വരും. വെറും 7.99 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരവും വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, വെറും 169 ഗ്രാം മാത്രം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇൻ ഹാൻഡ് ഫീൽ പറഞ്ഞാൽ അതിമനോഹരം. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ഫിംഗർ പ്രിൻറ്റ് ഭയങ്കരമായിട്ട് പതിയുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് ബാക്കാണ്, കണ്ടില്ലേ, ഇത്രയും കുറച്ച് സമയം നമ്മൾ കൈ വയ്ക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഫിംഗർ പ്രിൻറ്റ് നല്ല രീതിയിൽ പതിയുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ വരുന്ന ആ ഒരു കേസ് കൂടി ഇട്ട് ഉപയോഗിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നല്ലത്. പക്ഷേ കേസ് ഇടുമ്പോൾ തൊട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു ഭംഗി പോവുകയും ചെയ്യും. അപ്പം മോട്ടറോള തന്നെ ഈ ഒരു ഫോണിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ 3 ക്യാമറകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മോട്ടറോളയുടെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഇതുപോലെ മോട്ടറോള എന്ന് എഴുതി കാണിക്കുന്നു. അതുപോലെ ഇവിടെ ഇടത് സൈഡിലാണ് ഇത്തരത്തിൽ സിം ട്രേ കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. നോക്കി, ആ ഒരു ഓഡിയോ ജാക്കിന്റെ കനം മാത്രമേ ഉള്ളൂ ഫോണിന് എന്നുള്ളത് എടുത്ത് പറയണം. കഷ്ടിച്ച് ആ ഓഡിയോ ജാക്ക് ഇരിക്കാനുള്ളൊരു കനം മാത്രം. പിന്നീട് ഇത്തരത്തിൽ ഇവിടെ മൈക്രോഫോൺ, USB Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, അതുപോലെ വലത് സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ഇത്തരത്തിൽ സ്റ്റീരിയോ സ്പീക്കറിന്റെ സ്പീക്കർ ഗ്രില്ലും കാണാം, സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും കാണാം. ഓർക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സ്റ്റീരിയോ സ്പീക്കറാണ്. അതും ഒരു വലിയ കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോണിന്റെ പ്രീമിയം ലുക്ക് കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടുന്ന ഈ ഒരു ഫോണിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റീരിയോ സ്പീക്കർ സംവിധാനം തന്നെ എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേ തന്നെയാണ്. 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ POLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ 90 ഹെഡ്സിന്റെ ഹയർ റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ POLED ഡിസ്പ്ലേ വിത്ത് 90 ഹെഡ്സ് റിഫ്രഷ് റേറ്റ്, അത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഹൈലൈറ്റ് ആണ്. മാത്രമല്ല 360 ഹെഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ല ഒരു റെസ്പോൺസ് നമുക്ക് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്നും ആസ്വദിക്കാനാകും. ഈ ഫോണിന്റെ മറ്റ് ഒരു ഹൈലൈറ്റ്, ഈ ഫോണിൻ്റെ മാത്രമല്ല മോട്ടറോള അടുത്തിടെ പുറത്തിറക്കുന്ന എല്ലാ ഫോണുകളുടെയും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡ് തന്നെയാണ്. പ്യുവർ ആൻഡ്രോയിഡ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതും ആൻഡ്രോയിഡ് 12 ലേറ്റസ്റ്റ് വെർഷൻ തന്നെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതാണ് ആക്ച്വലി യഥാർത്ഥത്തിൽ ഒരു പ്യുവർ ആൻഡ്രോയിഡിന്റെ ടോഗിളുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റ് ഏത് ബ്രാൻഡിന്റെ, ഇപ്പോൾ ഈവൻ ആൻഡ്രോയിഡ് 12 ഉപയോഗിക്കുന്ന മറ്റ് ബ്രാൻഡിന്റെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചാൽ പോലും ഈ ഒരു ടോഗിളുകളൊന്നും നമുക്ക് സാധാരണ കാണാൻ പറ്റില്ല. അത് അത്തരം ബ്രാൻഡുകൾ അവരുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് യൂസർ ഇന്റർഫേസ് നൽകും. പക്ഷേ ഇത് ആൻഡ്രോയിഡ് 12 സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ഇത്തരം മനോഹരമായിട്ടുള്ള ആ ഒരു ടോഗിളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പ്യുവർ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ വളരെ സ്മൂത്താണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയണം. അതുപോലെ ബാറ്ററി ലൈഫും ഒക്കെ സാധാരണ മറ്റ് ബ്രാൻഡുകളുടെ യൂസർ ഇന്റർഫേസുകളേക്കാൾ മികച്ച ഒരു ബാറ്ററി ലൈഫും അതുപോലെ മികച്ച ഒരു യൂസർ എക്സ്പീരിയൻസും ഈ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് നൽകും. പക്ഷേ എന്നെ ഈ പർട്ടിക്കുലർ മോഡൽ നിരാശപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഇതിനകത്ത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണെങ്കിൽ പോലും ഇതിനകത്ത് 2 പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ബ്ലോട്ട്വെയർസ് എന്ന് വിളിക്കാവുന്ന 2 ആപ്ലിക്കേഷനുകളുണ്ട്. ഒന്ന് ഇവിടെ ജോഷ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും, അതുപോലെ ഇവിടെ ഹോം സ്ക്രീനിലേക്ക് വന്നപ്പോൾ ഇവിടെ ഡെയിലി ഹണ്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷനുകളാണ് പ്രധാനമായിട്ടും സാധാരണ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളുടെ പ്രധാന വരുമാന മാർഗം. സാധാരണ മോട്ടറോളയുടെ ഫോണുകളിൽ ഇത്തരം ബ്ലോട്ട്വെയർസ് കാണില്ല. ഗൂഗിളിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ വരും. മറ്റ് ബ്രാൻഡുകളുടെ ഫോണുകളിൽ നിരവധി ബ്ലോട്ട്വെയർസ് ഉണ്ടാകും. പക്ഷേ എന്തുകൊണ്ടെന്ന് അറിയില്ല, എന്തായാലും ഈ ഒരു ഫോണിനകത്ത്, ഈ ഒരു മോഡൽ ഫോണിനകത്ത് 2 ആപ്ലിക്കേഷനുകൾ ഇത്തരത്തിൽ കണ്ടു. എന്നാൽ ആ ആപ്ലിക്കേഷനുകൾ നമുക്ക് വേണമെങ്കിൽ ഫോൺ കയ്യിൽ കിട്ടുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ആപ്പ് ഇൻഫോയിൽ വഴി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം എന്നുള്ളതും വലിയ ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഈ 2 ആപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫോൺ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെ നൽകും. കാരണം അതിനകത്ത് പിന്നെ ബ്ലോട്ട്വെയർസ് ഇല്ല എന്ന രീതിയിൽ പറയാം. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന് 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ലഭിക്കും. 2 പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഇപ്പോൾ ആൻഡ്രോയിഡ് 12 ആണ്, 13ഉം 14ഉം കിട്ടും. അങ്ങനെ 2 വർഷത്തെ അപ്ഡേറ്റ് കിട്ടും. മാത്രമല്ല 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും. ഫേസ് അൺലോക്ക് നൽകിയിട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫിംഗർ പ്രിന്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത്തരത്തിൽ പവർ ബട്ടണിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് നല്ല
ഫാസ്റ്റായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ജസ്റ്റ് കൈ ഒന്ന് അതിൻ്റെ പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ അൺലോക്ക് ആകുന്നുണ്ട്. ഡുവൽ ബാൻഡ് വൈഫൈയുടെ സപ്പോർട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല NFC സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. സാധാരണ ചില ഹയർ സ്മാർട്ട് ഫോണുകൾ പോലും NFC മിസ് ചെയ്യാറുണ്ട് പലപ്പോഴും. പക്ഷേ മോട്ടോറോളയുടെ പ്രത്യേകത, മോട്ടോറോളയുടെ ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണുകൾ പോലും NFC നൽകാറുണ്ട്. ഇവിടെയും കാര്യങ്ങൾ മനസ്സില്ല, NFC സപ്പോർട്ട് നൽകിയിരിക്കുന്നു. അപ്പോൾ ചോദിക്കും എന്താണ് NFC കൊണ്ടുള്ള ഗുണം? പലരും ചിലപ്പോൾ കമൻറ്റ് ചോദിക്കാറുണ്ട്. 2 NFC സപ്പോർട്ടുള്ള ഫോണുകൾ ഒരുമിച്ച് വെച്ചുകൊണ്ട് വലിയ ഫയലുകൾ പോലും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് POS മെഷീനിലൊക്കെ ATM കാർഡുകളൊന്നും നൽകാതെ നമുക്ക് ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്താനും NFC സഹായിക്കും. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ IP52 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, അതായത് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. വെള്ളത്തുള്ളികളെ ചെറുതായിട്ട് പ്രതിരോധിക്കാനുള്ള ഒരു കഴിവും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് നൽകിയിട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ സ്റ്റീരിയോ സ്മാർട്ട് ഫോൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പറഞ്ഞാൽ ഈ താഴെ നിന്നുള്ള സ്പീക്കറിൽ നിന്നാണ് സൗണ്ടിൻ്റെ ഒരു മേജർ പങ്കും പുറത്തേക്ക് വരുന്നത്. രണ്ടാമത്തെ സ്പീക്കർ എന്ന് പറയുന്നത് മുകളിൽ ഇയർ പീസിലാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു വലിയ സൗണ്ട് അതിൽ നിന്ന് വരുന്നില്ല. കൂടുതൽ സൗണ്ടും ബോട്ടം ഫയറിംഗ് സ്പീക്കറിൽ നിന്നാണ് വരുന്നത്. അതുപോലെ സൗണ്ട് ക്വാളിറ്റി കുറേ ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ക്വാളിറ്റി നൽകിയില്ല. ഒരു ഇച്ചിരി ട്രബിൾ കൂടിയ ഒരു സൗണ്ടാണ് പൊതുവേ കേൾക്കുന്നത്. പക്ഷേ ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. പക്ഷേ സൗണ്ട് ഈ പറയുന്ന സ്പീക്കറിലൂടെ കേൾക്കുന്നത് ആ ഒരു സ്പീക്കർ ക്വാളിറ്റി അത്രയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. സ്റ്റീരിയോ ഉണ്ട് എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. ഇതൊരു POLED ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ ഉണ്ട്. മാത്രമല്ല ഈ ഒരു ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ ഒരു വളരെ ചെറിയ ഒരു ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസ്പ്ലേ അനുഭവത്തെ മറയ്ക്കുന്നില്ല. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ 4 വശങ്ങളിലുമുള്ള ആ ഒരു ബെസലുകളും വളരെ നേരിയ കനം കുറഞ്ഞ ബെസലുകളാണ്. അതും ഈ ഒരു ഡിസ്പ്ലേക്ക് ഒരു മനോഹാരിത നൽകുന്നുണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, ഒന്നും പറയാനില്ല. ഡിസ്പ്ലേ സൂപ്പർ. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 680 എന്ന 4G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. അല്പമെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് ഇത് 4G പ്രോസറാണ് അല്ലെങ്കിൽ 4G സ്മാർട്ട് ഫോണാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ കൂടിക്കൊണ്ടൊരു 5G പ്രോസർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്നൊരു അഭിപ്രായമുണ്ട്. എന്തായാലും ഈ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസർ ഒരു 4G പ്രോസറാണ്. 4GB റാം 6GB റാം എന്നീ 2 റാം വേരിയൻറ്റുകളാണ് ലഭ്യമാവുക. LPDDR4X റാമാണ്. അതുപോലെ 64 128 എന്നീ 2 റോം വേരിയൻറ്റുകളുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാകുന്നത്. ഒരു മീഡിയം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പ്രോസറാണ് ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗൺ 680. നമുക്ക് നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിക്കുന്നതിനൊന്നും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റ് ഹീറ്റിംഗ് ഇഷ്യൂസോ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തില്ല. മാത്രമല്ല ഈ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെയും സാധാരണ ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ മറ്റ് ഫോണുകൾ കാഴ്ചവെക്കുന്നതിനേക്കാൾ മികച്ച ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. സാധാരണ നമ്മൾ ഫോണിൽ ചെയ്യുന്ന മറ്റ് ആക്ടിവിറ്റികളിലൊന്നും യാതൊരു ലാഗോ ഇഷ്യൂസോ ഒന്നുമില്ല. അതിമനോഹരമായിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ ബാക്ക് സൈഡിൽ ഇതുപോലെ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ, അത് തന്നെ ഡെപ്ത് സെൻസറായിട്ടും ആക്ട് ചെയ്യും. 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസർ എന്നിവയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ സെൽഫി എടുക്കാനായിട്ട് ഇത്തരത്തിൽ സെൻറ്റർ പഞ്ചുകളിൽ 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി സെൻസറും നൽകിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നോക്കി. അപ്പോൾ ക്യാമറ ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണ് എന്ന് വേണം പറയാൻ. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് പ്രതീക്ഷിക്കേണ്ട എന്ന് മാത്രം. അതുപോലെ ലോ ലൈറ്റിലും ഒക്കെ മികച്ച ഒരു പ്രകടനം ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ പറഞ്ഞ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഒക്കെ വരുമ്പോൾ ക്യാമറ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് പലപ്പോഴും. അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ്, എസ്പെഷ്യലി ഈ ഒരു പ്രൈമറി സെൻസർ മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു. ക്യാമറയിലേക്ക് വരുമ്പോൾ നിരവധി ഫീച്ചറുകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. പോർട്രേറ്റ്, അതുപോലെ സ്പോട്ട് കളർ, അതായത് ഒരു പർട്ടിക്കുലർ കളർ മാത്രം നമ്മൾ ക്ലിക്ക് ചെയ്ത് സ്പോട്ട് ചെയ്താൽ ആ കളർ മാത്രം കാണുകയും ബാക്കി കളറെല്ലാം വാഷ് ഔട്ട് ചെയ്ത് പോകുന്ന രീതി. അതുപോലെ നൈറ്റ് വിഷൻ, സിനിമാഗ്രാഫ്, പനോരമ, ഗ്രൂപ്പ് സെൽഫി, ഇങ്ങനെ നിരവധി ഫീച്ചറുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫുൾ HD 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഓർക്ക് 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഫ്രണ്ടിലും ബാക്കിലും നൽകിയിട്ടില്ല. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ അത് ഞാനൊരു കുറ്റമായിട്ട് കാണുന്നുമില്ല. ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന് അത് നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 5000 mAh വളരെ വേഗത്തിൽ നമുക്ക്
ചാർജ് ചെയ്യാൻ സാധിക്കും. ചാർജിങ്ങിന് നേരത്തെ നമ്മൾ കണ്ടതുപോലെ USB Type C ചാർജിംഗ് പോർട്ടും നൽകിയിട്ടുണ്ട്. ചാർക്കോൾ ഗ്രേ, പോർട്സ്ലൈൻ വൈറ്റ് എന്നീ 2 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. നമ്മളിവിടെ പരിശോധിക്കുന്നത് ചാർക്കോൾ ഗ്രേ എന്ന കളർ വേരിയന്റ് ആണ്. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗ് ആണ്. ഓർക്കുക, ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് മാത്രമാണ് ഇന്ത്യയിൽ ലോഞ്ച് ആകുന്നത്. പക്ഷേ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലോഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഇതിന്റെ പ്രൈസ് അറിവായിട്ടില്ല. എന്നിരുന്നാലും ഞാൻ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു 15,000-നും 18,000-നും ഇടയിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വില എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ, ഒരു കാൽക്കുലേഷൻ. ഒരുപക്ഷെ 18-ന് മുകളിൽ പോവാം, 15 വരെയൊക്കെ താഴെ വരികയും ചെയ്യാം. എന്തായാലും ഇതിന്റെ പ്രൈസ് കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ? സത്യത്തിൽ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇംപ്രസ്ഡ് ആണെന്ന് തന്നെ പറയണം. ഇതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല, അതൊക്കെ ഇതിന്റെ ഹൈലൈറ്റ് ആണ്. ഇതിനകത്ത് ഒരു കുറവായിട്ട് കാണുന്നത് ഈ പറഞ്ഞ പോലെ ഒരു 4G സപ്പോർട്ടേ ഉള്ളൂ. 5G സപ്പോർട്ട് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി, അതൊരു കുറവായിട്ട് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു 2 ബ്ലോട്ട് വയർസ്, അത് മോട്ടോറോളയ്ക്ക് മുൻകാല മോട്ടോറോള ഫോണുകളെ പോലെ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. ആ ഒരു 2 ആപ്പുകൾ ബ്ലോട്ട് വയർസ് ആയിട്ട് വന്ന സ്ഥിതിക്ക് ഒരുപക്ഷെ ഇനിയുള്ള ഫോണുകളിലും ആ ആപ്പുകൾ ഒരുപക്ഷെ ബ്ലോട്ട് വെയറായി വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതും ഒഴിവാക്കാമായിരുന്നു തോന്നി. ഇത് രണ്ടും ഒഴിച്ചു നിർത്തിയാൽ മനോഹരമായിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. പക്ഷേ ആ ഓർക്കുക, ആ 2 ബ്ലോട്ട് വയർസ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് ഇതിനകത്തൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. അതർവൈസ് മനോഹരമായിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ് മോട്ടോറോളയുടെ മോട്ടോ G52. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.